ഈ ബിഗ് ബോസിലെ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ ആ ഒരു പ്ലാറ്റ്ഫോം, അവിടുത്തെ രീതികൾ, അങ്ങനെ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആണോ? അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ മാനസികമായും ഒക്കെ ഒരുപാട് ബാധിക്കും? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്തെന്ന് പറയാ, ഈ ലക്ഷറി ഗ്യാസ് സിലിണ്ടർ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയാം. അതായത് നമ്മൾ പ്രഷറിലായിരിക്കും എപ്പോഴും. അതായത് ഒന്ന് നമ്മളിപ്പോ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ഇതെന്താണ്, നമുക്ക് TV കാണാം, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ കൂട്ടുകാരെ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ പുറത്തിറങ്ങി നിൽക്കാം, അല്ലെങ്കിൽ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സ്ട്രെസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ടൈമില്ല, TV ഇല്ല, കൂട്ടുകാരില്ല. അതിനകത്തുള്ളതാണ് നമ്മുടെ കൂട്ടുകാര്. നമുക്ക് എവിടെ നോക്കിയാലും അവരെ കാണാൻ പറ്റൂ, അവരുടെ അടുത്ത് സംസാരിക്കും. ഇത് അമ്മാര് പ്രഷറിലായിരിക്കും. ഇത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എനിക്കൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു അതിനകത്ത്. അപ്പൊ ഓരോ ടൈമിനും ഇപ്പൊ ടാസ്ക് തരും, ഇത് തരും, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അകത്ത് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ പോയവർക്ക് മാത്രം, ബിഗ് ബോസിൽ പോയവർക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ. ഇത്രയും ദിവസം മൊബൈൽ ഇല്ലാതെ, ടൈം ഇല്ലാതെ, പുറത്ത് നമ്മുടെ വീട്ടുകാരെ ഇല്ല, സമയം എന്താന്ന് പോലും അറിയില്ല. ഈ നമ്മൾ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കും, ഭക്ഷണം അത് കറക്റ്റ് ടൈമിന് കഴിക്കണം. അവര് അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിച്ചോളണം. പിന്നെ അത് നമ്മുടെ വീട്ടിലെ പോലെ എനിക്കടുത്ത് മാറ്റി വെച്ചാൽ പിന്നെ ഒന്നും കഴിക്കാൻ പരിപാടിയൊന്നുമില്ല. അവര് പാട്ടിടുമ്പോ അപ്പൊ എണീക്കണം. അവര് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉറങ്ങണോ വേണ്ടത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ പാട്ടിടുമ്പം എണീക്കണം. പിന്നെ ഉച്ചക്ക് വീടിനകത്ത് ഉറങ്ങാൻ പറ്റില്ല. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയപ്പോ കോഴി പോകും, ആ പോയിന്റ് പോകും. ആണല്ലേ? ഞാൻ 3-4 വട്ടം കിടന്നുറങ്ങി, പോയിന്റ് കളഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പോയിന്റ്സ് ഉണ്ട്. ലക്ഷറി പോയിന്റ്സ് ഒന്നും സാധനം ഉണ്ടല്ലോ, അതിലാണ് നമ്മുടെ ഫുഡ് വരുന്നത്. ആഴ്ചയിൽ ഈ പോയിന്റ് വെച്ചിട്ടേ നമുക്ക് ഫുഡ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. അതിപ്പോ ഓരോരുത്തരും ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ 10 പോയിന്റ് 5 പോയിന്റ് കട്ട് ചെയ്യും. അതിന്റെ തെറി നമ്മൾ തന്നെ കേൾക്കണം ഇവരുടെ എല്ലാവരുടെയും വായിന്ന്. ഒരു മുട്ട ചിലപ്പം എന്റെ 5 പോയിന്റിൽ നിന്നായിരിക്കും ഒരു മുട്ട കുറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മാനസികമായി നമ്മളെ ഒരുപാട് തളർത്തും അല്ലേ ശരിക്കും, അതോ എൻകറേജ് ചെയ്യും? എനിക്കൊന്ന് മെന്റൽ പവർ അവിടെ നിന്ന് ഇറങ്ങിയ കൂടും. അവിടുന്ന് ഇറങ്ങിയ മെന്റൽ പവർ കൂടും. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും പെട്ടെന്ന്. ചെറിയ കാര്യങ്ങൾ നമുക്ക് വിഷമം വരാം, ഹോം സിക്നെസ് ഒക്കെ അനുഭവപ്പെടും. ഉറപ്പായിട്ടുമില്ലേ? ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പോയി. ആണല്ലേ? പിന്നെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട വീട്ടുകാരെന്ത് ചെയ്യായിരിക്കും, അച്ഛൻ എന്ത് ചെയ്യായിരിക്കും, അങ്ങനെ ചിന്തിക്കാനുള്ള സമയം കിട്ടുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സമയം കിട്ടും. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. പിന്നെ ഈ മിമിക്രിയുടെ യാത്രകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിരി ഉണർത്തുന്ന എന്തെങ്കിലും ഓർമ്മകളോ? ആദ്യമായിട്ട് ട്രൂപ്പിലുള്ള സമയത്ത് കൊല്ലത്ത് എവിടെയാണ്, സ്ഥലം കറക്റ്റ് കിട്ടുന്നില്ല, കൊല്ലത്ത് അത് എവിടെയാണ് ആദ്യമായിട്ട് ട്രൂപ്പിൽ വന്ന വർഷം. അപ്പൊ അന്ന് പ്രൊജക്ടറൊക്കെ വെച്ചിട്ടാണല്ലോ അപ്പോഴും മിമിക്രി, അങ്ങനെ ആയല്ലോ മിമിക്രി. അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് എവിടെ പരിപാടിക്ക് പോയിട്ട്, പരിപാടിക്ക് തൊട്ടു മുന്നേ പ്രൊജക്ടർ അങ്ങോ കംപ്ലൈന്റ് ആയി. പ്രൊജക്ടർ കംപ്ലൈന്റ് ആയി, വർക്കാവൂല. ഇനി പ്രൊജക്ടർ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നാലേ പരിപാടി നടക്കുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് പോയി എടുത്തിട്ട് വരാൻ സമയമില്ല. അങ്ങനെ പരിപാടി അവസാനം കമ്മിറ്റിക്കാർ ഇവരങ്ങ് ഗേറ്റ് പൂട്ടി. ഇനി പുറത്തു പോകാൻ പറ്റില്ല, ആരും പുറത്തു വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, നാളെ നിങ്ങൾ പരിപാടി പ്രൊജക്ടർ കൊണ്ടുവന്ന് നാളെ പരിപാടി കളിച്ചിട്ട് പോയാൽ മതി, പിറ്റേ ദിവസം. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേട്ടൻ പ്രൊജക്ടർ എടുക്കാൻ പോയി. ഞങ്ങളെല്ലാം ലോക്ക് അവിടെ ആയി. അപ്പൊ ഞാനന്ന് കുഞ്ഞാണ്. അപ്പൊ അവിടെയുള്ള പയ്യന്മാരൊക്കെ രാത്രിയോട് നിൽപ്പുണ്ട് ക്ലബില്. ഞാൻ ഒരു വട്ടേ കമ്പനി, എനിക്കിതിന്റെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ പ്രശ്നമോ ഇവരഭിനയിക്കുന്ന ടെൻഷനോ ഒന്നും എനിക്കില്ല. ഞാൻ ട്രൂപ്പിൽ വന്നിട്ട് എനിക്കിതെല്ലാം പുതിയ കാഴ്ചകളാണല്ല. ഞാൻ ഒരു വട്ടമൊക്കെ സംസാരിച്ചിരുന്നു, കമ്പനിയായി. രാത്രിയൊക്കെ ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞ് രാത്രി ഫുള്ള് ഇവിടുത്തെ പയ്യന്മാരോട്ടെ കാര്യം സ്റ്റേജിലൊക്കെ കിടക്കണം. എല്ലാവരും കമ്പനിയായി. പിറ്റേ ദിവസം രാവിലോട്ട് വൈകുന്നേരം പരിപാടി ഉള്ളൂ. രാവിലോട്ട് ഞാൻ ഉമ്മാരോട് പോയി ക്രിക്കറ്റ് കളിച്ചു. വൈകുന്നേരം വരെ ക്രിക്കറ്റ് കളി, അവിടെ പോയി കുളിച്ച് കുളത്തില് ഇവിടുത്തെ പയ്യന്മാരെല്ലാവരും. ഞാൻ നാട്ടിൽ ഒരുത്തനായിരുന്നു ഒരു 6-7 മണിക്കൂറുണ്ട്. ഞാൻ അവരുടെ കമ്പനിയല്ല, ബാക്കി ഇവിടെ എല്ലാം മുട്ട ആ ടെൻഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഇവരുടെ ക്രിക്കറ്റ് ഒക്കെ കളിച്ച് ഇവര് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, എവിടെ? ഞാൻ പയ്യന്മാരായിട്ട് കളിച്ചോണ്ടെങ്കിൽ വരാം. എന്റെ വീടിനടുത്ത പരിപാടി പോലെ. ഞാൻ എന്റെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എമാരെല്ലാം ഞാൻ തന്നെ റെഡിയായി വന്നിട്ട് സ്റ്റേജിൽ ഒന്ന് ഇത് കാണിക്കും, പ്രൊജക്ടറിൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഫോട്ടോ കാണിക്കും. എന്റെ ഫോട്ടോ കാണിച്ചപ്പോ ഫ്രണ്ടിൽ നിന്ന് പേപ്പറൊക്കെ കീറി എറിയുന്നു. ഭയങ്കര കൈയടി. കാര്യം ഞാൻ ആ നാട്ടിൽ ഒമാരുടെ കൂട്ടുകാരനായി ക്രിക്കറ്റ് കളിച്ച് അവരോട് കുളത്തിൽ ചാടി അവരിൽ ഒരാളായി മാറി. അത് അപ്പോ ബാക്കിയുള്ളവര് ഇരുന്ന് പറയില്ലേ, ബാക്കി ഇത്രയും പേര് ടെൻഷൻ അടിച്ച് ഇവിടെ ഇരുന്നപ്പോ നീ അവരുടെ കൂടെ കൂട്ടും കൂടി. പക്ഷെ അത് ഗുണം ചെയ്തു. ഇത്രയും പിള്ളേര് നമുക്ക് സപ്പോർട്ട്. പിറ്റേന്ന് നല്ല രീതിയിൽ പരിപാടി ചെയ്തു, അടിപൊളിയായിട്ട് പോയി. അത് ഭയങ്കര അനുഭവമായിരുന്നു എന്റെ. ഈ കുറെ പേരൊക്കെ ഇരുന്ന് ഈ പിടിച്ചു കെട്ടി വെച്ച കാര്യങ്ങൾ പറയില്ലേ പഴയ. എനിക്കിത് എനിക്ക് ചിരിയായത്. നമ്മളൊക്കെ ഈ ലോക്ക്ഡൌൺ പണ്ടും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പൊതുജനങ്ങള് ഈ കോവിഡ് ഒക്കെ വന്ന സമയത്താണ്, നമ്മള് പണ്ടേ ലോക്ക്ഡൌൺ ആയിട്ടുണ്ട്.